കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. ഒരു പരിഹാസ്യ കഥാപാത്രമായി ആൾക്കാരുടെ മുന്നിൽ, മലയാളിയുടെ മുന്നിൽ ഇപ്പൊ ടിനിട്ടോ. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്തെല്ലാം കേസിൽ ചെന്ന് പെട്ടു നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ആരാ ടിനി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ല, എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? നാരായണ പൂരായണ പോവേ. എറണാകുളത്തെ ചട്ടമ്പിയോ അതോ ലോക്കൽ ഗുണ്ടയോ ആണോ എന്നാണ് എനിക്ക് ആകെ ചോദിക്കാൻ തോന്നുന്നത്. നീ ആരടാ എന്നോട് എതിർക്കാൻ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ എരപ്പാളി. തന്തക്ക് പിറന്നവനാണെങ്കിൽ ഇറങ്ങി വാടാ. ഒന്ന് പോവാടാ മരമാക്കി, പോയി തരത്തി പോയി കളിക്കടാ. നീ ഇത്രല്ലേ കണ്ടുള്ളൂ, അങ്ങോട്ടൊന്ന് നോക്കിയേ. നിങ്ങളെ കണ്ടിട്ടാകണം നിങ്ങളുടെ മോൻ വളരുന്നത്. എന്താ നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം? അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാനുള്ളത്. സിനിമയിൽ വന്നാൽ മോന്റെ പല്ലുകൾ പൊടിയുമെന്ന പേടിയിൽ മോനെ സിനിമയിൽ വിട്ടില്ല എന്നൊക്കെ ടിനി വീമ്പ് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല. കേട്ടപ്പോ എനിക്ക് ടിനിയോട് മതിപ്പും തോന്നിയിരുന്നു. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മോൻ പാതിരാത്രി വെളിവില്ലാതെ കാർ ഓടിച്ച് വന്ധ്യവയോധികരായ ദമ്പതികൾ, ഭാര്യയും ഭർത്താവും ജീവിക്കുന്ന ഒരു വീട്ടിൽ അവരെ ഉറക്കം കെടുത്തി. നിങ്ങൾ അവന്റെ കഥകൾ കേൾക്കണം. കഥകൾ കേട്ടാൽ നിങ്ങൾ ഇതൊന്നും അല്ല. അവസാനം അവരുടെ വിദേശത്തുള്ള മകൻ വന്ന് കേസ് കൊടുത്ത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആ മകൻ അഴുക്കച്ചെറുക്കൻ, തന്തേക്കാൾ മോശം. തന്ത ഭയങ്കര കുഴപ്പമായിരുന്നു. അതുകൊണ്ടാണല്ലോ അവൻ ദിലീപ് അടക്കം ഒരുപാട് മിമിക്രിക്കാർ രക്ഷപ്പെടാത്ത. അവൻ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ടിനിയെ വിളിച്ചു. അസൂയാണ് ചേട്ടാ എന്നായിരുന്നു ടിനിയുടെ മറുപടി. ടിനി ടോമിന്റെ കാശും സമ്പന്നതയൊക്കെ കണ്ട് വീട്ടിൽ കിടക്കുന്ന വില കൂടിയ കാറൊക്കെ കണ്ടപ്പോ അയൽപക്കക്കാർക്ക് എടാ പട്ടിക്ക് മുടി വളർന്ന അമ്പട്ടൻ എന്തൊരു കാര്യം. പക്ഷെ അതൊന്നും ടിനി ഓർക്കുന്നില്ല, അതാണ് പ്രശ്നം. എന്നിട്ട് അവസാനം പറഞ്ഞാൽ രസം, ഞാൻ ആ മനോജ് എബ്രാഹിമിനെ കൊണ്ട് പരാതി പറഞ്ഞു എന്നെ തൂക്കാൻ ചേട്ടാ എന്നാണ് എന്താ പറഞ്ഞത്. ആണോ? ഭയങ്കര. മനോജ് എബ്രാഹിം എന്ന് പറഞ്ഞു ഏതോ വീട്ടിൽ ജോലിക്കുന്നുണ്ട് പറയുമ്പോഴാണ് പറഞ്ഞത്, ഏതൊരു ലോക്കൽ ചട്ടമ്പിയോട് പറയാന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. സംസ്ഥാന DGP ആണ്. ഞാൻ ആ മനോജ് എബ്രാഹിമിനെ കൊണ്ട് ഈ പ്രശ്നം അവനെ ഞാൻ തൂക്കും. ഇതാണ് സെറ്റപ്പ്, അല്ലാതെ മകനെ തട്ടി വിലക്കല്ല ചെയ്യുന്നത്. അത് ശരി, അത് ശരിയാണല്ലേ? അല്ല, തെറ്റാണ്. ഇപ്പോ സോഷ്യൽ മീഡിയ മുഴുവൻ ടിനിയുടെ മോന്റെ അട്ടഹാസമാണ്. മുള്ളിന്റെ മുട്ടിൽ മുള്ളല്ലാതെ ചെമ്പകം വളരില്ലല്ലോ ടിനി. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.